കൊച്ചന്തം വിട്ട് നിൽക്കുക, ആരുമില്ല താനും. നോക്കിയപ്പോൾ പപ്പായ. എന്നിട്ട് അവൻ ആ 15 മിനിറ്റ് പപ്പായെ ആ നിശ്ചലമായ ശരീരം കെട്ടിപ്പിടിച്ച് നിന്നു. ആരുമില്ല, അഴിക്കാൻ പോലും ആരുമില്ല. എപ്പോഴാണ് സാബുവിനെ പിന്നെ കാണാതാവുന്നത്? ജോയ് വെട്ടിക്കുഴി സാറിനോട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ജോയ് സാറിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ, അന്നും തലേ ദിവസവും പറഞ്ഞു ജോയ് സാറുമായിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു പോയി. അന്നേരം ഞാൻ പറഞ്ഞു, നമ്മളൊരു സ്ഥാപനത്തെ നശിപ്പിക്കാൻ എളുപ്പമുണ്ട്. ഒത്തിരി പേര് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് അത് മോശമാണ്. ഞാൻ എപ്പോഴും അത് തടഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സാബു പലരെയും പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനതെല്ലാം എങ്ങനെയായാലും അത് സ്ഥാപനം നിന്ന് പോയിട്ട് നമ്മളായിട്ട് അത് നശിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയായാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. പെട്ടെന്ന് ഓപ്പറേഷൻ വന്നുകൊണ്ട്, ഓപ്പറേഷൻ്റെ ഇത് വന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. ഞാൻ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് 10 വർഷമായിട്ട് ബ്ലീഡിങ് പ്രോബ്ലവും അങ്ങനെ പല പ്രശ്നങ്ങളും, പനിയും ചുമയും എല്ലാം ആയി തീർന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പോകേണ്ടി വന്നു. അങ്ങനെ പോയാണ് സാബു ഭയങ്കര നിരാശയിലായിപ്പോയി. കാണാതാകുന്നത് 5:45 കാണാതായത്. രാവിലെ 5:45 കൊച്ച് വന്ന് നോക്കുമ്പം പപ്പായിൻ്റെ ബെഡിലില്ല. അത് കഴിഞ്ഞ് കൊച്ച് പറഞ്ഞു പപ്പായെ കാണുന്നില്ലല്ലോ, പപ്പായെ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നോക്കുമ്പം പപ്പായെ കാണുന്നില്ല. സാധാരണ നമ്മൾ കടയുണ്ട്, ചെറിയൊരു സ്റ്റേഷനറി കടയുണ്ട് നമുക്ക്. ആ കട തുറക്കാനായിട്ട് എവിടെ ഏത് ദുനിയാവിലാണേലും 7:15 സാബു വരുന്നതാണ്. ഒരിക്കലും വരാതിരിക്കുന്നതല്ല. 7 മണിയാകുമ്പോൾ കൃത്യം വന്ന് 7:15, 7:30 കട തുറക്കുന്നതാണ്. അപ്പോൾ 7:15 കാണാതെ വന്നപ്പോൾ സാബുവിൻ്റെ ഇളയ പെങ്ങളുണ്ട് ഇവിടെ. ഞാൻ ഓപ്പറേഷന് പോയതുകൊണ്ട് ചാച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്തുണ്ടായിരുന്നു. അന്നേരം പെങ്ങൾ പറഞ്ഞു മൊത്തത്തിൽ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അന്നേരം കൊച്ച് ബസ് സ്റ്റാൻഡിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി ബാങ്കിൻ്റെ അതിലെ അവനെന്തോ തോന്നി, ബാങ്കിൻ്റെ അതിലെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ബാങ്കിൻ്റെ അവിടെ കയറി ചെന്നപ്പോൾ അവസ്ഥയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത. ഒരാളിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നി. മുകളിലത്തെ നിലയിലോട്ട് കയറുന്നിടത്ത് ഒരാൾ നിൽക്കുന്ന പോലെ തോന്നി. കൊച്ചന്തം വിട്ട് നിൽക്കുക, ആരുമില്ല താനും. നോക്കിയപ്പോൾ പപ്പായ. എന്നിട്ട് അവൻ ആ 15 മിനിറ്റ് പപ്പായെ ആ നിശ്ചലമായ ശരീരം കെട്ടിപ്പിടിച്ച് നിന്നു. ആരുമില്ല, അഴിക്കാൻ പോലും ആരുമില്ല. ആരും അഴിക്കാനില്ല. ആ അവസ്ഥ ഒന്നോർത്തോന്നെങ്കിൽ ആ 15 മിനിറ്റ് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് അവിടെ 2 പണിക്കാർ മുകളിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവരും കൂടെ വന്നാണ് കയറഴിച്ചു വിട്ടത്. അവനിപ്പോൾ സ്വപ്നത്തിൽ മൊത്തം ഇതാണ്. അത്രയും മാത്രം വിഷമിച്ചാണ് ഞങ്ങൾ കഴിയുന്നത്. മകനിപ്പോ എങ്ങനെയാണ് വീട്ടിലുണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ നിൽപ്പുണ്ട്. ശരി. ഇനിയിപ്പോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിടത്ത് പരിഹാരം എന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നത് മേരിക്കുട്ടി? മുന്നോട്ട് പോകാനായിട്ട് ആരാണോ അവരെ അന്നത്തെ ദിവസം ഭീഷണിപ്പെടുത്തി അവർക്കെതിരെ കർശന നടപടി വേണം. കാരണം അതുപോലെ ആഘാതമായിപ്പോയി. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല. കാരണം അത്രയൊരു രോഗിയാണ് ഞാൻ. ഈ അവസ്ഥയിൽ എങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്കറിയത്തില്ല. പൈസ ഞങ്ങളുടെ ഒരു 15 ലക്ഷം രൂപയോളം അവിടെ ഉണ്ട് ബാങ്കിൽ. ആ പൈസയും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വേണം. കാരണം ഞങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് സ്വർണം പണയം വെച്ച് അത് പുതുക്കി വെക്കണമായിരുന്നു. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോണായിട്ട് തന്നാൽ മതി എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും അവർ പൈസ തന്നില്ല. ഒരു 10 നയ പൈസ പോലും ലോണായിട്ട് ഇപ്പോൾ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. എത്ര വയസ്സുണ്ട് മേരിക്കുട്ടി മകന്? ഹലോ, മകന് എത്ര വയസ്സുണ്ട്? മകന് 18 വയസ്സായി. ശരി. 10 മിനിറ്റാണ് ഞാൻ നമ്മളോടൊപ്പം ഇരിക്കാം എന്ന് പറഞ്ഞത്. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത് മേരിക്കുട്ടി പറഞ്ഞ് കേരളം കേൾക്കണം എന്ന് കരുതി സംസാരിക്കാമെന്ന് മേരിക്കുട്ടി നൽകിയ ഉറപ്പിന്മേലാണ് നമ്മൾ സൂപ്പർ പ്രൈം ടൈമിൽ ശ്രീമതി മേരിക്കുട്ടി അതിഥിയായി വിളിക്കുകയും ചെയ്തത്. 18 വയസ്സുള്ളൊരു മകൻ, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ശ്രീമതി മേരിക്കുട്ടി, സാബുവിൻ്റെ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം, ഇവരൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്ന വലിയ വേദന കേരളം കണ്ട ദിവസങ്ങളാണ് ഇത്. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്.